കൂലി കൊടുത്തത്. ഐ എം വൗച്ചിങ് ഫോർ ദാറ്റ് റൈറ്റ് നൗ കേട്ടോ. പലർക്കും ഭയങ്കര ഡൗട്ട്, കാരണം വെറുതെ ആർട്ട് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ കളിയൊക്കെ കുറച്ച് പേര് അവർക്കുള്ള മറുപടി ഞാൻ ബിനുചേട്ടനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നു. പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. ഇയാളെ കൊണ്ടുവന്നിട്ടൊരു അവാർഡ് നേടിയിട്ട് അത് വീട്ടിൽ കൊണ്ട് കാണിച്ച് ഉളുപ്പില്ല ഇതിങ്ങൾക്കൊന്നും. ഒരു ട്രോഫിയിലാണ് എല്ലാം ഇരിക്കുന്നത് ജീവിതം. ഉടനെ PR, പിന്നെ ഞാനൊരു 25 ലക്ഷമായിട്ട് PR എനിക്ക് കിട്ടുള്ളൂ. വെറുതെ അതായത് എന്താണൊന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റും. അതിന് ഒരു 1.5 കൊല്ലം മുമ്പേ ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു ദൈവത്തിന്റെ കരം മോന്റെ കൂടി ഉണ്ടെന്നുള്ളത് ഈ ജനങ്ങൾ മോനെ ഹൃദയത്തിൽ ഏറ്റി എന്നുള്ളത് അങ്ങനെ ഫേക്ക് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ അവർ ലീഗലി മൂവ് ചെയ്തിട്ട് അത് പ്രൂവ് ചെയ്യട്ടെ. ചുമ്മാ ആർക്കെങ്കിലും എഗൻസ്റ്റ് എന്തെങ്കിലും അലിഗേഷൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് ലീഗലി മൂവ് ചെയ്ത് അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, കുഴപ്പമില്ല. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. ഒത്തിരി കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർന്നൊരു വീഡിയോ ആണ് ഇന്നത്തേതായി. അപ്പം ബിഗ് ബോസ് കഴിഞ്ഞെങ്കിലും ഇപ്പോഴും പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ കത്തി പടർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരോ കാര്യങ്ങൾ. പിന്നെ ഈ കർമ്മ എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ, ചെയ്തതിൻ്റെത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഏറെ കയറിക്കൊണ്ടിരിക്കും. അത് സ്വാഭാവികം. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയറും കൂടെ ചെയ്യുക. പിന്നെ നമ്മുടെ ഹൈപ്പും കൂടെ ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കാണുന്നവർ ഞാൻ വീണ്ടും പറയുന്നത് കാര്യം, എല്ലാവരും വീഡിയോ കണ്ടു പോകുന്നല്ലാതെ ആരും ലൈക്ക് ചെയ്യുന്നില്ല കേട്ടോ. ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിത് പറയാനുള്ളതെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഗെയിം കളി അനു എന്ന് പറഞ്ഞ ഗെയിം എന്ന് പറഞ്ഞാൽ ചത്ത് കിടക്കും. അവിടെ ഒരു ഗെയിം കളിച്ച് ആ ഒരു ഇതിലൂടെ ഒരു ക്രീം ബണ്ണ് കഴിക്കുന്നതിൻ്റെ ആയിരുന്നു. അത് കഴിച്ച് അത് ഫുഡിൻ്റെ കൂടെ ആണെങ്കിൽ അനു വിട്ടു കൊടുക്കത്തില്ല കേട്ടോ. പിന്നെ എനിക്കും തോന്നാറുണ്ട് അനു ഇച്ചിരി ഓവറല്ലേ, അനു ഇച്ചിരി ഒന്ന് ഇപ്പം ഒരു വിന്നറൊക്കെ ആയി, ഒരു ഇച്ചിരി ഇതൊക്കെ ആയില്ലേ, ആ ഒരു സെറ്റപ്പിലൊക്കെ പോകുന്നതല്ലേ നല്ലത്. ഇങ്ങനെ ഗെയിം കളിച്ച് ഒരു ചിത്രചേച്ചി ഒരു മോതിരം കൊടുത്തു, അത് ഫേക്കായിരുന്നു ഒക്കെ പലത് പറയുന്നുണ്ട് കേട്ടോ. എന്നതിനാണോ ഇങ്ങനെ പറയുന്നത്? അവരത് അവരുടെ ഒരു ഗെയിമായിട്ട് ആ ഒരു ചാനലിൻ്റെ എന്നാണല്ലോ ഒരിടത്ത് ചെന്നാൽ അവർക്ക് അതിൻ്റെ കണ്ടൻറ്റ് കൊടുത്തേ പറ്റുള്ളൂ. അത് അനുവിനെ കൊണ്ട് പറ്റുകയും ചെയ്യും. അത് എവിടെ ചെന്നാലും അനു അത് കൊടുത്തിരിക്കും. അപ്പം അങ്ങനെയുള്ള എന്നേലൊക്കെ ഒരു ഇതായിട്ടായിരിക്കും, ഏഷ്യാനെറ്റും കൂടെ ഒക്കെ ഇതായിട്ടുള്ള ചെയ്തായിരിക്കും. അപ്പോൾ ചിത്രചേച്ചി കൊടുത്ത മോതിരത്തിൻ്റെ ഇത് പറഞ്ഞ് ഒത്തിരി പേര് അപമാനിക്കുന്നുണ്ട്. ചിത്രചേച്ചിനെ അപമാനിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഒറിജിനൽ അല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചിത്രചേച്ചിയും കൂടെ അപമാനിക്കുന്ന പോലെ അല്ലേ അത്. അതിൻ്റെ ഒരു ക്ലാരിറ്റി അനു തന്നിട്ടുണ്ട് കേട്ടോ. നമുക്കതൊന്ന് കാണാം. റിംഗ് തന്നു. ഇപ്പോഴും പലരും പറയുന്നത് പാവ ചിത്രചേച്ചി എന്റെ അവസ്ഥ കണ്ട് കൊടുത്തതാണ് കേട്ടോ. പക്ഷേ ചിത്രചേച്ചി അതിന്റെ കാര്യം കൂടി പറയാം. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ വളരെ കൃത്യമായിട്ട് ഞാൻ പറയാണ്. അതൊരു ഡയമണ്ട് സ്റ്റാൻഡേർഡ് സ്വരോസ്കി ക്രിസ്റ്റൽസ് ഉള്ള ഒരു റിംഗ് ആണ്. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ബിക്കോസ് ഓഫ് മൈ ഫ്ലൈറ്റ് ദാറ്റ് ഷി വാസ് ഗിവൻ ദ ഡയമണ്ട് റിംഗ്. എന്റെ ഫ്ലൈറ്റ് കാരണമല്ല, പകരം അത് കൊടുത്തതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രചേച്ചിയോട് ഫിനാലയിൽ ചെല്ലുമ്പോ ചിത്രചേച്ചിയുടെ നീസ് അരുമോൾക്ക് ഒരു ബൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അന്ന് ചിത്രചേച്ചിക്ക് അത് സാധിച്ചില്ല, കാരണം നീസ് ഭയങ്കര ഫാനാണ് അരുമോളുടെ. അങ്ങനെ ചിത്രചേച്ചി പറഞ്ഞു ചിത്രചേച്ചിയുടെ കയ്യിൽ കിടന്ന സ്വറോസ്കി സ്റ്റാൻഡേർഡ് മോതിരമാണ് അനുമോൾ കൂലി കൊടുത്തത്. ഐ എം വൗച്ചിങ് ഫോർ ദാറ്റ് റൈറ്റ് നൗ കേട്ടോ. പലർക്കും ഭയങ്കര ഡൗട്ട്, കാരണം വെറുതെ ആർട്ട് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ കളിയൊക്കെ കുറച്ച് പേര് അവർക്കുള്ള മറുപടി ഞാൻ ബിനുചേട്ടനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നു. പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. അതെ, പണയം വെച്ച് നോക്കാനാണ് പറഞ്ഞത്. പണയം വെച്ച് നോക്കുമ്പോൾ അറിയാമെന്നാണ് പറയുന്നത്, ഒറിജിനലാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ. അത് അങ്ങനെ ഒരു കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നു. പിന്നെ ഇനി നമുക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബിന്നിയാണ്. ബിന്നി കുറച്ച് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല കേട്ടോ, കുറച്ചൊക്കെ വകതിരിവും കൂടെ ഉണ്ട് മനുഷ്യനെ. ഡോക്ടർ എന്നൊക്കെ പുള്ളിക്കാരി പറയുന്നുണ്ട്. പക്ഷേ ലാലേട്ടൻ ബിഗ് ബോസ് വെച്ച് ചോദിച്ച ചോദ്യങ്ങൾക്ക് പുള്ളിക്കാരിക്ക് ഉത്തരം പറയാൻ പോലും പറ്റുന്നില്ലായിരുന്നു ചിലതിനൊക്കെ. അപ്പം അതൊക്കെ എങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടിയതൊക്കെ അറിയത്തില്ല, അതൊക്കെ അവരുടേതായ കാര്യങ്ങൾ, അതൊന്നും നമ്മൾ പറയുന്നില്ല ഇവിടെ. പിന്നെ ബിന്നി കാണിച്ച ഒരു കാര്യമാണ്, ചിരിച്ച കാര്യമാണ്. ഒരു മരണ വീട്ടിൽ ചെന്ന് ചിരിച്ച കാര്യമാണ് നമുക്കിപ്പം സമൂഹത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. പബ്ലിക്കിലെല്ലാം ഇങ്ങനെ വീഡിയോസിലൂടെ എല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ബിന്നി ചിരിക്കുന്ന കാര്യങ്ങളും ബിന്നി അവിടെ പോകുന്ന കാര്യങ്ങളും എല്ലാം നമുക്ക് ഒരുപാട് തവണ നമ്മൾ കണ്ടിടെങ്കിലും ഒന്നും കൂടെ നമുക്ക് കാണാം. കാര്യം ഞാനിത് കുറേ പ്രാവശ്യം ഞാൻ നോക്കിയിട്ട് ഇത് കറക്റ്റാണോ, ഇവർ ചിരിക്കുക തന്നെയാണോ എന്നറിയാൻ വേണ്ടി. ഒരു മരണ വീട്ടിൽ ചെന്നാൽ എന്നതാണ് ചിരിക്കാനുള്ളത്? അത് ആരും ആയിക്കോട്ടെ, നമുക്ക് ആരുമായാലും നമുക്കൊരു മരണ വീട്ടിൽ പോയാൽ അങ്ങനെ ചിരിക്കണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനത്തെ ഒരു ഒന്നെങ്കിൽ അവർക്ക് തലയ്ക്ക് വിളവുണ്ടാകുകയില്ല, അങ്ങനെ എങ്ങാനുള്ളവരാരെങ്കിലേ ഉള്ളൂ. ബിന്നി അവിടെ വന്നേച്ച് ചിരിക്കുന്നു. ആ ഇത് കഴിഞ്ഞ് ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നൊരു സീനുണ്ട്.
ഇരിക്കാൻ എന്നതാണുള്ളത്? അതാ പറഞ്ഞ ഓരോരുത്തരുടെയും ശരിക്കുമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരട്ടെ. കാര്യം ഇവരൊക്കെ അനുവിനെ കുറേ എയറിൽ ഇങ്ങനെ നിർത്തിയേക്കും. ഇവരൊക്കെ ഉണ്ടാക്കിയ വിഷയങ്ങളാണ്. അല്ലാതെ അവരെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് ആൾക്കാരും അവരുടെ PR എന്ന് പറയാം, അവരും വന്നേച്ച് ഇങ്ങനെ അനുവിനെ എയറിൽ നിർത്തലായിരുന്നു പരിപാടി. വേറൊരു കാര്യം കൂടെ ഞാൻ കാണിച്ചു തരാം. ബിന്നി ഇപ്പം ഇത് വന്നു. വേറെ കാര്യം കാണിക്കുന്നതിന് മുമ്പ് ബിന്നി അവിടെ ചെല്ലുന്നതിന് മുമ്പ് ബിന്നി അവരുമായിട്ടുള്ള ബന്ധം, ഇത് അംബികമ്മൻ്റെ അമ്മയാണ് മരിച്ചേക്കുന്നത്. അവിടെയാണ് പോയേക്കുന്നത് കാണാനായിട്ട്. അവരുടെ അമ്മ ഒരുപാട് പ്രായം കാണുമായിരിക്കും, പ്രായമുള്ളതോ പ്രായം കുറഞ്ഞതോ എന്നത് വായിക്കട്ടെ, ഒരു മരണമാണ് നടന്നേക്കുന്നത്. അപ്പം അവരുമായിട്ടുള്ള പുള്ളിക്കാരിക്കുള്ള അടുപ്പവും പുള്ളിക്കാരി പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കേൾക്കാം. ചേച്ചിയുടെ അമ്മയാണ് ഇങ്ങനെ പരിചയം. അമ്മ അതുകൊണ്ട് ബന്ധത്തില് എൻ്റെ മകനായിട്ട് വർക്ക് ചെയ്യുന്നു. നല്ലൊരു ബന്ധമുണ്ട് കുറേ നാളായിട്ട്. വീട്ടിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ആദ്യമായിട്ട് പറഞ്ഞറിയാം, വീടുണ്ട്, അമ്മയെ പറ്റിയൊക്കെ പറഞ്ഞ് ഒരുപാട് പറയാറുണ്ട് വിശേഷങ്ങൾ. അംബികാമ്മ സീരിയലിനകത്ത് ഇവർ ഒന്നിച്ച് അഭിനയിക്കുന്നതാണ് എന്നാണ് പറഞ്ഞത്. അവർ അഭിനയിക്കുന്നതാണ്, അങ്ങനെയുള്ളൊരു പരിചയമാണ്. അമ്മ കണ്ടിട്ടില്ല, എന്നാലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലയോ എന്നുള്ളതൊന്നും അല്ല. അവിടെ ഒരു മരണമാണ്. തന്നെയല്ല ഒരു സുഹൃത്തായിട്ടെന്ന രീതിക്കാണ് പുള്ളിക്കാരോട് വന്നിരിക്കുന്നത്. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ എത്രയാണ് നമ്മുടെ കൂടെ ഒരു ഇച്ചിരി നേരമാണെങ്കിലും ഒരാൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആളുടെ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് പറ്റിയെന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ളിലൊരു വിഷമം തോന്നും. അത് പ്രായമുള്ളതായിക്കോട്ടെ പ്രായമില്ലാത്തതായിക്കോട്ടെ. അപ്പം പുള്ളിക്കാരിക്ക് അങ്ങനെ ഒരു അടുപ്പവും കൂടെ ഉള്ളിടത്താണ് പുള്ളിക്കാരി പോയി ഈ കോലം കാണിച്ചത്. അതിനകത്തുനിന്നൊക്കെ എന്നെ കാര്യം വായിക്കോട്ടെ, ഇത്രയും ചിരിച്ചിറങ്ങേണ്ട കാര്യമൊന്നുമില്ല ബിന്നിയുടെ. അതിന് നമ്മുടെ നെവിൻ കുറച്ച് ന്യായീകരണങ്ങളും കൂടെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നെവിൻ പറയുന്നുണ്ട്, ഞാൻ കൂടെ ഉണ്ടായിരുന്നു, ബിന്നി ചേച്ചിയുടെ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടതാണ്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എടുക്കുന്നത്, അവരൊക്കെ പേഴ്സണലായിട്ടുള്ള ഇതിലേക്ക് കയറി ചെല്ലുന്നത്. ഇതൊന്നും പേഴ്സണലായിട്ടുള്ള കാര്യമൊന്നുമില്ല, അതൊക്കെ അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പേഴ്സണലായിട്ട് പറയുമ്പോൾ അവർ മാത്രമായിട്ടുള്ളൊരു കാര്യമുണ്ട്, അത് അവിടെ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ട്. അതൊന്നും നമുക്കങ്ങനെ പറയാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ നെവിൻ പറയുന്നുണ്ട്, എന്നതിനാണ് ഇങ്ങനെയൊക്കെ പറയുക. പക്ഷേ ഈ നെവിൻ എവിടെ ആയിരുന്നു? ഈ അനുമോളെ ഇവരിങ്ങനെ ഒറ്റയൊരു ഈ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷമാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നെഗറ്റീവ് തന്നെ പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ കേൾക്കുന്നത്. ഇവർക്ക് സത്യം പറഞ്ഞ കുശുമ്പാന്നുള്ളത് ഇവരെല്ലാം പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പെണ്ണുങ്ങൾക്ക് കുശുമ്പുണ്ടാകുമെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും വലിയ കുശുമ്പുണ്ടാകുന്ന പെണ്ണുങ്ങളെ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവർക്ക് എന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ, ആ ട്രോഫി അനുവിൻ്റെ കിട്ടി, ഇനി ഇത് ഇവർക്ക് തിരിച്ച് കിട്ടാനോ അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന് അത് തിരിച്ച് മേടിക്കാനോ പോകുന്നില്ല. പിന്നെ എന്നാത്തിനാണ് ഇങ്ങനെ? ഗെയിമിൻ്റെ ഭാഗമായിക്കൊണ്ട് നമുക്ക് കുറച്ച് വാശിയും കാര്യങ്ങളും ഒക്കെ കാണിക്കാം, പക്ഷെ അത് പുറത്തിറങ്ങിക്കഴിഞ്ഞും അതേ രീതിക്ക് തന്നെ പെരുമാറുക എന്ന് പറഞ്ഞാൽ ഭയങ്കരം തന്നെയാണ്. നമുക്ക് വേറൊരു വീഡിയോയും കൂടെ കാണാമേ. നമ്മൾ ഈ ഒരു ഇതും കൂടെ ഒന്ന് കണ്ടോണം. കണ്ടതിന് ശേഷം ഞാൻ പറയാം ഇത് എന്നതാണ് കാര്യം എന്നുള്ളത് പറയാം. ഇതിനകത്ത് പുള്ളിക്കാരി വന്ന് ബിന്നിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അത് ആരാന്ന് മനസ്സിലായോ? അത് മായ വിശ്വനാഥ് എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റാണ്. ഇവർ സിനിമയിലും ഒക്കെ ഉണ്ട്, സീരിയലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, സിനിമയിലൊക്കെ ഉണ്ട്. ഇവർ കുറേ ഇതിനകത്തൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഇവർ അഭിനയൊന്നും വലിയ അങ്ങനെ ഇഷ്ടമല്ല. ഇവർ ശരിക്കും നിങ്ങളെല്ലാവരും ഇനി ഇവരെ അറിയത്തില്ലെങ്കിൽ നമ്മുടെ ദിലീപിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, സദാനന്ദൻ്റെ സമയത്തിനകത്ത് ദിലീപിൻ്റെ ചേട്ടൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഇവരാണ്, സിദ്ദിഖിൻ്റെ വൈഫായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഇവരാണ്. അങ്ങനെ ഇവർ കുറേ സിനിമയിലൊക്കെ ഉണ്ട്, ഇങ്ങനെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അവരാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം കൂടെ ഞാൻ പറയാം. കുറച്ച് നാൾ മുമ്പ് ഇവരൊരു കാര്യം പറഞ്ഞുകൊണ്ട് വന്നായിരുന്നു. ഈ വരുന്നവർക്കെല്ലാം ഈ PR എന്നുള്ളൊരു കാര്യമേ പറയാനുള്ളൂ. ഇവർ PR എന്നുള്ള കാര്യം തന്നെ പറഞ്ഞ്, പക്ഷെ നമുക്കത് പേര് പറയുന്നില്ലെങ്കിലും ബാക്കി മൊത്തം പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കറിയാം ധാനുവിനെയാണ് പറഞ്ഞേക്കുന്നത് എന്നുള്ളത്. അതും കൂടെ നമുക്കൊന്ന് കേൾക്കാം. കൊണ്ടുവന്നിട്ടൊരു അവാർഡ് നേടിയിട്ട് അത് വീട്ടിൽ കൊണ്ട് കാണിച്ചു ഉളുപ്പില്ലേ നിങ്ങൾക്കൊന്നും? ഞാൻ ചോദിക്കണം, ഉളുപ്പില്ലേ? കാശ് ഉണ്ടെന്നുണ്ട് എന്തും കാണിക്കണം. ഈ കാശ് എത്രയോ പേര് സുഖമില്ലാതെ ക്യാൻസർ വാർഡിലും മറ്റുള്ളവരും വിദ്യാഭ്യാസമായിട്ട് കിടക്കുന്ന അവർക്ക് കൊടുത്തൂടെ? ഒരു ട്രോഫിയിലാണ് എല്ലാം ഇരിക്കുന്ന ജീവിതം. അവർ ചോദിക്കുന്ന ചോദ്യമാണ്, PR കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം മേടിച്ചുകൊണ്ട് വരാനായിട്ട് ഇത്രയും പൈസ മുടക്കി മേടിച്ചുകൊണ്ടായിട്ട് ഉളുപ്പില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുണ്ട്, ഈ പെണ്ണുമ്പിള്ളക്ക് ഇത് പറയാൻ ഉളുപ്പില്ലേ? ഇവർക്കിത് പറയാൻ ഉളുപ്പില്ല? ഒരു ഇച്ചിരിയെങ്കിലും
എവിടെയെങ്കിലും ഒരു ഇച്ചിരി തലയുടെ എവിടെയെങ്കിലും ഒരു ഇച്ചിരിയെങ്കിലും വെളിവുണ്ടെങ്കിൽ ഇങ്ങനെ പറയും. നമുക്ക് ഓരോ വ്യക്തികളോട് ഇഷ്ടം തോന്നാറുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ന്യായമല്ലാത്തൊരു കാര്യത്തിന് ഒരാളെ ഇങ്ങനെ മോശക്കാരിയാക്കുന്നത് ശരിയല്ലല്ലോ. ഇവരൊക്കെ ചോദിക്കുന്ന കേട്ടാൽ തോന്നും ഇവർ ആ പൈസ കൊണ്ടുപോയി പി ആറിന് കൊടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യിച്ചതെന്ന് തോന്നും. ഈ ബിന്നിയും ഒക്കെ പി ആറിന് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പി ആറിന് പൈസ കൊടുത്തിട്ട് മാത്രം കാര്യമില്ല, അതിനകത്ത് എന്ന് വല്ലതൊക്കെ കാണിക്കണം. കുത്തിത്തിരിപ്പും വഴക്കും അലമ്പും ആയിട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ മനുഷ്യർ വെറുക്കത്തേ ഉള്ളൂ, ആർക്കും താല്പര്യം തോന്നത്തില്ല. അതിനകത്ത് നമ്മൾ എന്നത് പ്രേക്ഷകർക്ക് വേണ്ടത് കൊടുക്കുന്നോ അതനുസരിച്ചാണ് നമ്മളത് അവരെ നമുക്ക് ഇഷ്ടപ്പെടുന്നത്. ഞാൻ പറഞ്ഞില്ല അഖിൽമാരെ ആദ്യമൊക്കെ എല്ലാവർക്കും ഒരു ഇതായിരുന്നു, അഖിൽമാരങ്ങ് ദേഷ്യം പോലെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അഖിൽമാരെ നമ്മൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്. അതെല്ലാ ഗെയിമിലും അങ്ങനെയാണ്. നമ്മൾ ആദ്യമേ എല്ലാവരും ഒരു നമുക്ക് പതിയെ പതിയെ കണ്ട് ഇവരുടെ രീതികൾ കണ്ടാണ് നമുക്ക് ഇവരോടൊരു ഇഷ്ടം തോന്നുന്നത്. ഈ പ്രാവശ്യം സത്യം പറഞ്ഞാൽ എല്ലാം ഒരുമാതിരി കുത്തിത്തിരിപ്പും കുശുമ്പും വഴക്കും മാത്രമുള്ളായിരുന്നു. പറ്റിയ ടീം ഇങ്ങനെയുള്ളതൊക്കെ അല്ലേ ബിന്നിയുടെ കൂടെ നടക്കുന്നത്. അപ്പോൾ പിന്നെ ബിന്നി അങ്ങനെ ഈ കുത്തിത്തിരിപ്പും കൊണ്ട് നടന്നില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. ഇതിന് നല്ലൊരു മറുപടി നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ നല്ലൊരു മറുപടി നമ്മുടെ മല്ലികമാം കൊടുക്കുന്നുണ്ട്. അതൊന്ന് കേൾക്കാവേ. കഴിഞ്ഞ ദിവസത്തെ ഒരു ഇൻ്റർവ്യൂവിലാണ് ഇങ്ങനൊരു കാര്യം പറഞ്ഞത്. ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞതാണ്. ഞാൻ പറയുന്നത് ഒരു കുട്ടിക്ക് ഒരു അത്ര വിവരമില്ലാത്തവരൊന്നും അല്ലല്ലോ ബിഗ് ബോസിൽ ഇരിക്കുന്നത് അല്ലേ. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഉടനെ പി ആർ, പിന്നെ ഞാനൊരു 25 ലക്ഷമായിട്ട് പി ആറിന് പോകാം, ഇപ്പൊ എനിക്ക് കിട്ടൂ. അത് വെറുതെ അതായത് എന്താണൊന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിനാണ് ഇപ്പൊ ഈ ചെറുപ്പക്കാർ ആമ്പിള്ളേർ ഇറങ്ങിയിരിക്കുന്ന ഒരു ക്യാമറ ആയിട്ട്. നാണമില്ലേ ഇവന്മാർക്കൊക്കെ. ഞാൻ പറഞ്ഞത് ചിലരുണ്ട് കേട്ടോ, ഞാൻ അതിനകത്ത് ചില 1-2 റീൽസും ഇതിലൊക്കെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ചിലർ നല്ല വിലയിരുത്തലുകൾ പറയും, അത് കറക്റ്റാണ്. നമുക്കും കാണുമ്പോൾ തോന്നുക, നമുക്ക് കണ്ടപ്പോൾ തോന്നിയ കാര്യം വേറൊരാൾ പറയുമ്പോൾ ഇതും കൊള്ളാമല്ലോ നമുക്ക് തോന്നും അല്ലെ. അല്ലാതെ ചുമ്മാ അനുമോൾ ഇങ്ങനെ മറ്റേവൾ ഇങ്ങനെ ഒന്നുമല്ല. അനുമോൾ ഞാൻ കണ്ട കാലം മുതൽ ഒരു ഉദ്ഘാടനത്തിന് പോലെ എവിടെ പോലും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളുള്ള സഹോദരി, കുഞ്ഞ്, സഹോദരിയുടെ ഭർത്താവ്, അച്ഛൻ, അമ്മ, വലിയ രീതിയിലൊരു കുടുംബത്തിലെ ആ ബന്ധങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് അനു. അനുവിൻ്റെ അച്ഛൻ അങ്ങനെ വലിയൊരു ആരോഗ്യപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുള്ള ഒരു മനുഷ്യൻ. ഇതൊക്കെ ഞാനിപ്പം ബിഗ് ബോസ് അല്ല, അതിന് ഒരു 1.5 കൊല്ലം മുമ്പേ ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. അവർ പറയുന്നത് കറക്റ്റല്ലേ. ഇവർക്കൊക്കെ പൈസ കൊടുക്കാനുണ്ട്. കാര്യം വലിയൊരു നടൻ, 2 മക്കളാണ് നടന്മാരായിട്ടുള്ള ആ 2 മക്കളുടെ അമ്മ. അതിനേക്കാൾ വലിയൊരു നടൻ്റെ ഭാര്യയായിരുന്നു അവർ. അന്ന് മുതലേ ഇവർക്ക് പൈസയും കാര്യങ്ങളൊക്കെ ഉള്ള എന്ന് പറയുന്നത് ഈ മല്ലികമാൻ പറയുന്ന പോലെ തന്നെ ഒരു 25 ലക്ഷം രൂപ കൊണ്ട് കൊഴുപ്പിയാറിന് കൊടുത്തേച്ച് അവിടെ ചുമ്മാ പോയി ഇരുന്ന് കഴിഞ്ഞാൽ കപ്പും കൊണ്ട് വീട്ടിൽ വരാൻ പറ്റുമോ? ഒരു ഇച്ചിരിയെങ്കിലും, ഞാനിത് കഴിഞ്ഞ ദിവസവും ഇത് കുറേ പറഞ്ഞാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇച്ചിരിയെങ്കിലും തലയ്ക്കകത്ത് എന്നതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി, പിന്നെ ഈ പറയുന്നതൊക്കെ പിന്നെ പറഞ്ഞു കഴിയുമ്പോൾ കുറ്റമാകും. നമ്മൾ കുറ്റം പറയുന്നു എന്നാണ് പറയുന്നത്. ഓരോരുത്തർ വന്ന് റിയാക്ട് ചെയ്യുന്നു, കുറ്റമായിട്ട് പറയുന്നു. പക്ഷേ ഇവർ പറയുന്നവർക്ക് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കാം. അതുപോലെ തന്നെ കമൻറ്റിൻ്റെ കാര്യം, പലരും ഉണ്ടല്ലോ കമൻറ്റ് ഇടുന്നത് തമിഴിൽ മാത്രം നോക്കിയിട്ടാണ് കമൻറ്റ് ഇടുന്നത്. കാര്യം അതിനകത്ത് പറയുന്ന കാര്യങ്ങളോ ഒന്നും അല്ല അവർ നോക്കുന്നത്. ചിലരോട് ഇവർക്കങ്ങ് അഡിക്റ്റ് ആയിട്ട്, കഴിഞ്ഞ നമ്മൾ തന്നെ അന്വേഷണം തന്നെ കണ്ടില്ലേ, അങ്ങനെ ആയിട്ട് കുറേ ആൾക്കാരുണ്ട്. ഇതിങ്ങനെ എല്ലാവർക്കും ഉണ്ട്, ഒരാൾക്ക് അന്വേഷണം മാത്രമല്ല എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അന്വേഷണോ ഒന്നും ഇതൊന്നും അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഇതിനകത്ത് മല്ലികമാൻ പറയുന്നത് വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഈ അനുവിനെ കൂടെ ഒരു വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഈ മല്ലികമാം. അവരതിനകത്ത് അമ്മായിയമ്മയും മരുമോളുമായിട്ട് എന്തോന്നു അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ അഭിനയിച്ച് ഇവർ തമ്മിൽ നല്ല പരിചയം അടുപ്പം ഒക്കെ ഉള്ളതാണ്. അത് സ്റ്റാർ മാജിക്കിനകത്ത് ഇന്ദ്രത്ത് വരുന്ന സമയത്ത് പറയുന്നുണ്ട്, സാറിൻ്റെ അമ്മയുടെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇവരൊക്കെ തമ്മിൽ നല്ല അടുപ്പമുള്ളവരാണ്. അതിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്ന കാര്യം പറയുന്നുണ്ട്. അതിൻ്റെ അനുമോളെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ വന്നൊരു കമൻ്റ് ഉണ്ട്. അനുമോളെ ഇട്ടോണ്ട് മറക്കുന്ന കണ്ടേച്ചാൽ ഇതിന്റെ ഇടയ്ക്ക് എന്തോന്നോ ഞാൻ എവിടെയെന്ന് പറഞ്ഞാല്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ അനുമോള് 2.5 വർഷം എന്നോട് കണ്ടോ? 2.5 വർഷം കൂടെ അഭിനയിച്ച ആളെ കണ്ടിട്ടുണ്ടോ എന്നാണ് ഈ വന്നേച്ചുള്ളവർ ചോദിക്കുന്നത്. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഓരോ കാര്യത്തെപ്പറ്റി മനുഷ്യർക്കുള്ള ക്ലാരിറ്റി. അതിന് എന്നതെങ്കിലുമൊക്കെ വന്നേച്ചങ്ങ് പറയുന്നുള്ളതാണ്. ഇതിപ്പം അനുവിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അനു ഒരു സാധാരണ കുടുംബത്തിൽ വന്ന പെൺകുട്ടിയാണ്. അതുകൊണ്ട് സാധാരണ മനുഷ്യരുടെ ഉള്ളിലേക്ക് എങ്ങനെ ഇറങ്ങിച്ചെല്ലണമെന്നുള്ള പുള്ളിക്ക് നല്ലപോലെ അറിയാം. അതുപോലെ തന്നെ അനീഷും അതെ. അനീഷ്, ഷാനവാസ്, ഇവരൊക്കെ നമുക്കതിനകത്ത് ഒരുപാട് ഇഷ്ടം തോന്നിയ ആൾക്കാരാണ്. ഇവരൊക്കെ സാധാരണ, അക്ബറും ഒരു സാധാരണ കുടുംബത്തിലെയാണ്. പക്ഷേ അക്ബർ എവിടെയോ അക്ബറിനൊന്ന് കൈ വിട്ടുപോയി.
അക്ബറിന് കൈവിട്ട് പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ മിഥുൻ തന്നെ പറയുന്നുണ്ട് നിന്നെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ നീ അതിനകത്ത് കാണിച്ചു വെച്ച കാര്യങ്ങൾ ചിത്രേച്ചി പറയുന്നുണ്ട് ഇങ്ങനെ അക്ബറിനൊരു മുഖം ഉണ്ടോ എന്ന് പേടിച്ചു പോയി എന്ന് പറഞ്ഞ്. അതുപോലൊരു അക്ബർ ആയിരുന്നു അതിനകത്ത്. എനിക്കും അറിയാവുന്നൊരു അക്ബർ അങ്ങനെ അല്ലായിരുന്നു. നമ്മൾ സ്റ്റാർ സിംഗറിനകത്തൊക്കെ കാണുന്ന അക്ബർ എന്ന് പറഞ്ഞാൽ വേറൊരു എല്ലാ മനുഷ്യരോടും സഹകരിക്കുന്ന ഒരു നല്ലൊരു മനുഷ്യനായിട്ടുള്ള ഇതായിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതിനകത്ത് ഇതെങ്ങനെ സംഭവിച്ചെന്ന് അറിയത്തില്ല, ഒരു നെഗറ്റീവാക്കി കളഞ്ഞു അക്ബറിനെ. അക്ബർ അത് പലരുടെയും കൂടെ അക്ബറിൻ്റെ ആദ്യം ചെന്നത് കൂട്ടുകെട്ട് തന്നെ ശരിയല്ലാതായിപ്പോയി. അതാണ് ഈ കുശുമ്പും കുഞ്ഞായ്മയും കുത്തിത്തിരിപ്പും അതിലേക്ക് അങ്ങ് ചെന്ന് ചാടിക്കൊടുത്തു. അതിൽ നിന്ന് പിന്നെ ബാക്കി ഇങ്ങനെ അങ്ങ് ആയിപ്പോയി. ജയിക്കണം എന്നുള്ളതിൽ കിടന്ന് കാണിച്ചാണ്, പക്ഷേ ഏറ്റവും നെഗറ്റീവായിപ്പോയി അത്. അപ്പം അങ്ങനെ ഓരോരുത്തരും അതിനകത്ത് ഉള്ള മനുഷ്യരുടെ മനസ്സറിഞ്ഞു നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിനൊക്കെ എനിക്കൊന്ന് ഇതുവരെ ഇങ്ങനൊരു ഗെയിം വന്നിട്ടുണ്ടായിരിക്കില്ല. ഇതുപോലെ ചുമ്മാ പ്രശ്നങ്ങളുണ്ടാക്കുന്നത്. ഇവരെന്താ പ്രശ്നങ്ങളുണ്ടാക്കിയാലും ഇവർ വിജയിക്കത്തുള്ളൂ എന്ന് ഇവർക്കൊരു തോന്നലാണ്. പക്ഷേങ്കിൽ മനുഷ്യർക്ക് അതിനൊരു ന്യായീകരണം നമുക്ക് വേണ്ട. ജെനുവിനായിട്ടുള്ള എന്നൊരു കാര്യത്തിനായിരിക്കേണ്ട ഇവർ ബഹളം ഉണ്ടാക്കുന്നത്. അനീഷിന് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ്, അതെല്ലാം സാധാരണക്കാരാണ്. അനീഷിനെ മകനെ പോലാണ് പലരും കാണുന്നത്, അതുപോലെ അനീഷിനോട് സ്നേഹം കാണിക്കുന്നവരുണ്ട്. അതെ മോനെ, ഒരുപാട് സന്തോഷം. ഞാന് ചെങ്ങന്നൂരിൽ നിന്ന് വരുവാണ്. എനിക്കിവിടെ ചെറിയ ബിസിനസ്, അതായത് ലോട്ടറിയും പപ്പടവും ഒക്കെ ആയിട്ട് ഞാനത് നിർത്തിയിട്ട് എൻ്റെ മോനെ കാണാനായിട്ട് 10 മണിയായപ്പോഴാണ് ഞാനിവിടെ വന്ന് നിൽക്കുകയാണ്. എനിക്ക് എൻ്റെ മോനെന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ തന്നെയാണ്. കാരണം എനിക്ക് എൻ്റെ ഏത് പ്രതിസന്ധിയിലും തളരാതെ നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരം മോൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് ഈ ജനങ്ങൾ മോനെ ഹൃദയത്തിൽ ഏറ്റി എന്നുള്ളതിന് എത്ര മാന്യമായിട്ടാണ്, എത്ര ഇതായിട്ടാണ്, എത്ര ഇഷ്ടത്തോടു കൂടിയാണ് അവരൊക്കെ വന്ന് സംസാരിക്കുന്നത്. ഒന്നാമെന്ന് വെച്ചാൽ അനീഷ് ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആരെയും കുറ്റം പറയാൻ നടക്കുന്നില്ല, ആരെയും ഒന്നും പറയാൻ നടക്കുക. അനീഷിനോട് ചോദ്യങ്ങൾ ചോദിച്ചാൽ പോലും അനീഷിന് അതിന് മറുപടിയില്ല. അനീഷ് മൗനമായിട്ട് അങ്ങ് പോകത്തേ ഉള്ളൂ. കാര്യം അത് പറയേണ്ട കാര്യമില്ല, നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഇതിനകത്ത് വന്നേച്ച് വായി തോന്നുന്ന എല്ലാം വിളിച്ച് പറയുന്നുണ്ട് മിക്കവരും. ഈ അനീഷ് കഴിഞ്ഞ ദിവസം അനീഷിൻ്റെ ഒരു ഫോട്ടോ എടുത്തപ്പം പോലും അനീഷ് പറയുന്നു എൻ്റെ അനുവാദമില്ലാതെ അത് പോസ്റ്റ് ചെയ്യരുത്. അപ്പോൾ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അനീഷിനെ കൊണ്ട് പറ്റുള്ളൂ. കാര്യം വെച്ചാൽ അനീഷിന് പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. പക്ഷെങ്കിൽ പുള്ളിക്ക് ഈ ചീഞ്ഞ ഒരു പബ്ലിസിറ്റിക്ക് പുള്ളിക്കാരന് താല്പര്യമില്ല. മനുഷ്യരിലേക്ക് ഇറങ്ങി വരുവാണെങ്കിൽ മാന്യമായിട്ട് ഇറങ്ങി വരണം. അങ്ങനെ ഒരു ചിന്താഗതി ഉള്ളതുകൊണ്ടാണ് അനീഷ് പറഞ്ഞത് എൻ്റെ ഒരു ഫോട്ടോ പോലും ഇടുന്നത് എൻ്റെ അനുവാദത്തോടെ ആയിരിക്കണം എന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ മുന്നിലത്തെ നമ്മൾ ബിഗ് ബോസ് ഒക്കെ ഉണ്ട്, റോബിൻ്റെ ഒക്കെയാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കര ജനങ്ങൾ സ്വീകരിക്കാൻ വേണ്ടുന്ന ഈ റോബിൻ്റെ പിന്നെ രഞ്ജി സാറിൻ്റെ ഒക്കെ ആയിരുന്നു ഭയങ്കര ആരാധകരെ നമ്മൾ എയർപോർട്ടിൽ തിങ്ങി ഭയങ്കര ഇതായിട്ട് നമ്മൾ കണ്ടത്, നമ്മൾ തന്നെ ഞെട്ടിപ്പോയത്. ആ ഒരു മത്സരത്തിൽ നിന്നിറങ്ങി റോബിൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. റോബിനോടും ചോദിക്കുന്നുണ്ട് ഈ PR-ൻ്റെ ഈ PR മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മൾ എവിടെ നോക്കിയാലും കേൾക്കാനായിട്ട്, അല്ലാതെ വേറെ ഒന്നും അവർക്ക് ചോദിക്കാനില്ല. ഇപ്പോൾ റോബിൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാവേ. വിന്നറെ കുറിച്ച് വിന്നറായാലോ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ടാണ് സപ്പോർട്ട് കിട്ടി, വോട്ട് കിട്ടി, വിന്നറായി. നല്ലതല്ലേ? PR അല്ല ഞാൻ പറയട്ടെ, എത്രയൊക്കെ PR എന്ന് പറഞ്ഞാലും ജനങ്ങളെ വോട്ട് ചെയ്യാതെ എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും വിന്നർ ആവത്തില്ല. കാരണം വോട്ടിംഗ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ആണെങ്കിലും ഇപ്പോൾ വോട്ടിംഗ് ഒരു സെപ്പറേറ്റ് കമ്പനിയാണ് ചെയ്യുന്നത്. ഫൈനൽ 5 വരുന്ന ആൾക്കാരുടെ വോട്ടിംഗ് നമുക്ക് ഒരിക്കലും ഇതാക്കാൻ പറ്റത്തില്ല, എന്താ പറയുക, അത് ഫേക്ക് ആക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഇൻ കേസ് അവർക്ക് എഗൻസ്റ്റ് എന്തെങ്കിലും ലീഗിൽ പോയി കഴിഞ്ഞാൽ അവരതെല്ലാം കോർട്ടിന് മുന്നാകെ കാണിക്കണം. സോ അതുകൊണ്ട് അതിലൊരു ഫേക്ക്നെസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്ന് വെച്ചാൽ PR-ന്റെ ഒരു ഇമ്പാക്റ്റിലാണ് ഇത്തവണത്തെ ബിഗ് ബോസ് മൊത്തത്തിൽ പോയത്. അപ്പോൾ താങ്കൾ ഒരു ക്രൗഡ് പുള്ളറാണ്, താങ്കൾ വന്ന സീസണിന് ശേഷം ക്രൗഡ് പുള്ളറാണ്. പക്ഷേ ഇപ്പോൾ ഈ സീസണിൽ ഔട്ടായ ആർക്കും ആ ക്രൗഡ് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ അനുമോളാണെങ്കിലും പല ഞാൻ പറഞ്ഞില്ല, ഞാൻ ഗെയിം കളിക്കുന്ന സമയത്ത് കണ്ടസ്റ്റൻസിന് അഗൻസ്റ്റ് ആയിട്ടല്ല കളിച്ചിരുന്നത്. ഞാൻ പ്രേക്ഷകനായിട്ട് നിന്ന് പ്രേക്ഷകർക്ക് എന്ത് ഇഷ്ടപ്പെടും, പ്രേക്ഷകരുമായിട്ട് ഒരു കണക്ഷൻ വരുത്താൻ വേണ്ടി ഞാൻ ശ്രമിച്ചിരുന്നു. അത് എനിക്ക് ഒരുവിധം എഫക്റ്റീവായി അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് വന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ആൾക്കാർക്ക് ജനങ്ങൾക്ക് ആ ഒരു കണക്ഷൻ എന്നോട് ഉള്ളതും. ക്രൗഡ് പുള്ളിങ് വരണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ജനങ്ങളുമായിട്ട് ഒരു കണക്ഷൻ. അപ്പോൾ ഞാൻ ഒരു സ്ഥലത്തും പോകുന്നത് ഞാൻ വിളിച്ച് വരുത്തുന്ന ആൾക്കാരല്ല. ഇവിടെ എയർപോർട്ടിൽ വന്നതാണ് ഞാൻ ഞെട്ടി, ഞാൻ ഇങ്ങനെയൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് എയർപോർട്ടിൽ വരുന്ന സമയത്ത് അതൊക്കെ ഒരിക്കലും ആരും വിളിച്ച് വരുത്തിയത് ഒന്നുമല്ല, മനസ്സിലായില്ല. ഞാൻ ഒരു PR-നെ പോലും ഏൽപ്പിക്കാതാണ് എന്ത് പോയിട്ടുള്ളത്. സോ അതെല്ലാം ഇനി വരുന്ന സീസണിലാണെങ്കിലും പ്രേക്ഷകർക്ക് എന്താണോ ഇഷ്ടം, പ്രേക്ഷകരുടെ പൾസ് അനുസരിച്ച് അതിനോടൊപ്പം നമ്മുടെ ഗെയിം കളിക്കുന്നതിനോടൊപ്പം ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ കൂടെ ഗെയിം അനലൈസ് ചെയ്ത് നമുക്ക് കളിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക്
ഈ പറഞ്ഞ കണക്ക് ഇറങ്ങുമ്പോൾ ക്രൗഡ് പുള്ളിങ്ങും ഒരുപാട് പേരുടെ ഇഷ്ടവും സ്വീകാര്യതയും എല്ലാം കിട്ടും. ഈ അനുമോള് ഡിസർവിംഗ് അല്ല തോന്നുന്നു. ഒരിക്കലും ഇല്ല. അനുമോള് ഡിസർവിംഗ് തന്നെയാണ്. കാരണം വോട്ടിംഗ് ചെയ്തിട്ടല്ലേ ഇത്രയും ഒരുപാട് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. നമുക്ക് എല്ലാവരും ഒരാളിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, മനസ്സിലല്ല. അറ്റ്ലീസ്റ്റ് ഒരു 70 to 80% ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി. അപ്പം പുള്ളിക്കന്നെ അത്യാവശ്യം പേര് ഇഷ്ടപ്പെടുന്നുണ്ട് വോട്ട് ചെയ്ത്. ഈ സീസണിലെ ചില കണ്ടസ്റ്റന്റുകൾ തന്നെ പറയുന്നത് വോട്ടിംഗ് അടക്കം ഫേക്ക് ആണ്, അല്ലെങ്കിൽ വോട്ടിംഗ് ചെയ്യണമെന്നൊക്കെ. അല്ല, അങ്ങനെ ഫേക്ക് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ അവർ ലീഗലി മൂവ് ചെയ്തിട്ട് അത് പ്രൂവ് ചെയ്യട്ടെ. ചുമ്മാ ആർക്കെങ്കിലും എങ്ങനെ എന്തെങ്കിലും അലിഗേഷൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് ലീഗലി മൂവ് ചെയ്ത് അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, കുഴപ്പമില്ല. പിന്നെ അതിനകത്ത് നിൽക്കുന്ന പറഞ്ഞാൽ ഈസി കാര്യമല്ലെന്നേ. അതിനകത്ത് നിന്ന് എല്ലാവരും അത്രയും എഫേർട്ട് കൊടുത്ത് അത്രയും എന്താ പറയുക സ്ട്രഗിൾ ചെയ്ത് നിന്ന ആൾക്കാരാണ്. കറക്റ്റാണ് പറയുന്നത്. ഇവർ ഈ PR കൊടുത്തു അനുമോള് ജയിച്ചു എന്നീ പറയുന്നവർക്ക് ഇവർക്ക് ലീഗലി പോകാമല്ലോ, പോയി കഴിഞ്ഞ് ഇവർക്ക് നോക്കാമല്ലോ. അതൊന്നിനും അവർക്ക് നേരമില്ല. അവർക്ക് PR എന്നുള്ളൊരു കാര്യം പറഞ്ഞ് ഇതാക്കിയെടുക്കുക. അനുവിനെ പറ്റി സത്യമാണ്. നമുക്ക് ആ ഒരു സീസൺ ഓർത്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, റോബിൻ ആ സീസണിൽ നമുക്ക് പ്രേക്ഷകർക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരാളായി മാറിയായിരുന്നു. അതറിഞ്ഞുകൊണ്ടാണ് റിയാസ് അങ്ങോട്ട് കയറിയച്ച് റിയാസ് ഏറ്റവും കൂടുതൽ അതിൽ നിന്ന് ഔട്ടാക്കണമെന്ന് റിയാസ് തീരുമാനിച്ചിരുന്ന ഒരു വ്യക്തി റോബിൻ തന്നെയാണ്. റോബിൻ്റെ പുറകെ നടന്ന് പ്രശ്നങ്ങളുണ്ടാക്കാൻ നിസ്സാര കാര്യത്തിലാണ് റോബിൻ അതിനകത്തുനിന്ന് പുറത്തായത്. അതിനകത്ത് എല്ലാം എടുത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ എന്നൊക്കെ നമ്മൾ ഓർത്തു ഭയങ്കര ഒരു പക്ഷാഭേദമാണല്ലോ ബിഗ് ബോസ് കാണിച്ചെന്നൊക്കെ ഓർത്തായിരുന്നു. പക്ഷേ അന്ന് റോബിൻ ഔട്ടായില്ലായിരുന്നെങ്കിൽ ദിൽഷയ്ക്ക് പകരം റോബിൻ അവിടെ വിൻ ചെയ്തതിന് ദിൽഷ 2ാം സ്ഥാനത്ത് വന്നായിരുന്നേ. ദിൽഷയും റോബിനും തമ്മിലുള്ള ഒരു കോംബോ കണ്ടാണ് ഈ റോബിൻ്റെ ആരാധകരോട് ദിൽഷയ്ക്ക് വോട്ട് ചെയ്തത്. ബ്ലെസ്സിയും ദിൽഷയായിരുന്നു അവസാനം വന്നത്. ഒരുപക്ഷെ ബ്ലെസ്സി 3ാമത് വന്നായിരുന്നതിന്, ഫസ്റ്റ് റോബിൻ വന്നായിരുന്നതിന്, സെക്കൻഡ് ദിൽഷ വന്നായിരുന്നതിന്. അങ്ങനെയൊക്കെ ഓരോ ആ മനുഷ്യരുടെ ഇതഴിഞ്ഞ് ഒരു സാധാരണ ഈ മനുഷ്യൻ ഒരു ഡോക്ടറായിരുന്നു. പുറത്തിറങ്ങിക്കഴിഞ്ഞുള്ള വിഷയങ്ങളെ പറ്റിയൊന്നും എനിക്കറിയത്തില്ല. അതിനകത്തുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അന്വേഷിക്കാനും പോകുന്നില്ല. അതിനകത്ത് വെച്ച് നമ്മളുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നല്ലപോലെ ഗെയിം കളിച്ചൊരു വ്യക്തിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആ പ്രാവശ്യം ഞാൻ ഓർത്തായിരുന്നു കേട്ടോ, ഇവർ പുറത്തിറങ്ങിക്കാൻ ജാസ്മിനും റോബിനൊക്കെ ഭയങ്കരമായിട്ട് അടിയുണ്ടാക്കിയത്. അതിനകത്ത് നമുക്ക് ജാസ്മിനെയൊക്കെ വെറുത്തു പോയ സമയങ്ങളാണ് ആ ഒരു സീസണൊക്കെ. ജാസ്മിനൊക്കെ അത്രയും ബഹളം ഉണ്ടാക്കി അതിനകത്ത് കിടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ച് ഞാൻ ഓർത്ത് ഇവർ പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്ക് ജാസ്മിൻ റോബിൻ്റെ കപ്പ് വരെ അതിനകത്ത് വെച്ച് പൊട്ടിച്ച് കളഞ്ഞത് റോബിനോടുള്ള ദേഷ്യത്തിന്. അതുപോലെ വയലൻ്റായ ഒരാളായിരുന്നു ജാസ്മിൻ എവിക്റ്റ് ആവുമല്ലോ. ജാസ്മിൻ തന്നെ ഇറങ്ങിപ്പോണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് അങ്ങനെ ഇറങ്ങിപ്പോവായിരുന്നു ജാസ്മിന്. അപ്പം അങ്ങനെയൊക്കെ നിന്ന ഒരാൾക്കാർ പിന്നീട് ഇവർ പുറത്തിറങ്ങിയപ്പം ഇവരെല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കുന്നപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ, ഈ ജാസ്മിനും റോബിനും ഒക്കെ ആയിട്ട്. പക്ഷെ അന്നേരം ഇവരുടെ കൂടാതെ നിന്ന ഒരാളെന്ന് പറഞ്ഞാൽ റിയാസ് എന്ന് പറഞ്ഞാൽ ഈ സീസണിലെ ആൾക്കാരുടെ കാര്യം പറഞ്ഞ പോലെ മനസ്സിൽ വൈരാഗ്യം വെച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ്. ആൾക്ക് ആരോടെങ്കിലും ഒരു വൈരാഗ്യം ഉണ്ടെങ്കിൽ റിയാസ് അത് ഭയങ്കരമായിട്ട് കാണിക്കുകയും ചെയ്യും, അവരോട് ഭയങ്കരമായിട്ട് മോശമായിട്ട് പെരുമാറുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് റിയാസിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പുള്ളിയെ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കാം, പക്ഷെ എന്താണ് എനിക്കിഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ് ഈ റിയാസ് എന്ന് പറയുന്നത്. കാര്യം ഒരുമാതിരി പന്ന സ്വഭാവമാണ്. പന്ന സ്വഭാവം എന്ന് പറഞ്ഞാൽ മോശം വ്യക്തി ഇതല്ല. സ്വഭാവം എന്ന് വെച്ചാൽ ഭയങ്കര കുശുമ്പും കുഞ്ഞാഴ്മയും ഉള്ളതാണ്. പുള്ളിയാണ് ക്ലിയർ, വേറെ ആരും ക്ലിയർ അല്ല എന്നുള്ളൊരു മൈൻഡും കാര്യങ്ങളുമാണ് ഈ റിയാസ് എന്ന് പറയുന്നത്. ഇപ്രാവശ്യം വന്ന് ഷാനവാസിൻ്റെ അടുത്ത് ഭയങ്കരമായിട്ടും കിടന്ന് ബഹളം വെച്ചു. ഷാനവാസ് ആ സമയത്തൊക്കെ നല്ലപോലെ കയറി വന്ന സമയമാണ് ഈ റിയാസുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക്. അപ്പോൾ റോബിൻ പറയുന്ന പോലെ തന്നെ ഒരിക്കലും PR കൊണ്ട് നമുക്ക് വോട്ട് ഇങ്ങനെ കിട്ടുമെന്ന് യാതൊരു ഇതും വേണ്ട. അതുപോലെ തന്നെ ബിൻസിയോട് ചോദിക്കുന്നുണ്ട്, PR അനുമോള് ജയിച്ച കാര്യം ചോദിക്കുക, PR കൊണ്ട് ജയിച്ചതെന്ന് ബിൻസി പറയുന്നുണ്ട്. എന്നാൽ പിന്നെ ബിൻസിക്കും അങ്ങനെ കൊടുത്തേച്ച് പോരത്തില്ലായിരുന്നോ? എന്നാലവർക്കൊക്കെ അറിയാവുന്നില്ല PR വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ. ഇവർക്ക് ആർക്കും ഈ ബിഗ് ബോസ് വന്നവർക്കൊന്നും ആർക്കും അറിയാൻ പറ്റുന്നില്ല. കൈറാഷൻ ജിൻഡോ PR വർക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുന്നത്. അതിനെപ്പറ്റിയൊക്കെ അറിയാവുന്നവരൊക്കെ തന്നെയാണ്. പിന്നെ ഈ അനു എന്ന് പറഞ്ഞ ഒരു ലോകം മണ്ടിയാന്ന് എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ മിണ്ടാതിരിക്കണം. ചിലത് നമ്മൾ പറഞ്ഞു കൊടുത്താൽ അത് അവർക്ക് മനസ്സിലാകത്തില്ലെങ്കിൽ മിണ്ടാതിരിക്കുന്നുണ്ടെന്നല്ലേ അനു ആണ് പറഞ്ഞത്. ഞാൻ PR കൊടുത്തിട്ടുണ്ടെന്നൊക്കെ അനു അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 15 ലക്ഷം രൂപ കൊടുത്തു എന്നൊക്കെ പറയുന്നിടത്ത് മല്ലിക മോഹൻ പറയുന്നുണ്ട്. ആ 15 ലക്ഷം രൂപ കൊടുക്കുവാണെങ്കിൽ പിന്നെ പുള്ളിക്കാരിക്ക് വീട്ടിൽ ഇരുന്നാൽ പോരെ, എന്നതിന് അവിടെ കൊണ്ടേ 15 ലക്ഷം കൊടുക്കുന്നത്, വീട്ടിൽ ഇരുന്നാൽ പോരെ എന്ന്, ആ പൈസ ആണെങ്കിൽ വീട്ടിൽ ഇരുന്നാൽ പോരെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങളും ബിഗ് ബോസ് കഴിഞ്ഞിട്ടും ഇപ്പോഴും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. പല കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇതാണ് കൂടുതൽ. ഈ പ്രാവശ്യം ബിഗ് ബോസ് തീർന്നു കഴിഞ്ഞും എനിക്കൊന്ന് ഇനി അടുത്ത ബിഗ് ബോസ് തുടങ്ങുന്നതിനും വരെ ഇതൊക്കെ തന്നെയായിരിക്കും എന്ന് എനിക്ക് തോന്നി. ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇങ്ങനെ കാണിച്ചവരല്ലേ ഇപ്പോൾ സത്യം പറഞ്ഞാൽ എയറിലാണ് കേട്ടോ. ഉള്ള സത്യം പറയാം, ബിൻസി എയറിലാണ്, പിന്നെ ബിന്നി എയറിലാണ്.
അങ്ങനെ ഇപ്പം ഈ ഒരു വീഡിയോ വന്നേക്കുന്നത് ബിന്നി ശരിക്കും ഏറിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തർ ഏറി നിൽക്കണം. പക്ഷെ ഇതിലൊക്കെ മാറിയൊക്കെ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത് നെവിൻ കുഴപ്പമില്ല. നെവിൻ എല്ലാവരോടും നെവിൻ പക്ഷെ ഇതിന് ഭയങ്കര ഇതായിട്ട് വന്നിട്ടുണ്ട്. നെവിൻ കുഴപ്പമില്ല പോകുന്നുണ്ട്. അക്ബറാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് അതിനകത്തിരുന്ന് കാണിച്ച ഒരു വ്യക്തി എന്ന് എനിക്കൊന്ന്. അക്ബറും അപ്പാനിയും കുറച്ചൊക്കെ ഏറിപ്പോകുന്നുണ്ട് കേട്ടോ. അത് ഈ ബിൻസി കാരണമാണ് ഈ അപ്പാനി ഇത്രയും ഏറിപ്പോകാൻ കാരണം. ബിൻസി മിണ്ടാതെ എവിടെയെങ്കിലും ഇരിക്കാനുണ്ടല്ലോ, അങ്ങേറെ കുടുംബജീവിതം കൂടെ നല്ല രീതിക്ക് ചിലപ്പോൾ അങ്ങ് പോകും. ബിൻസിയാണെങ്കിൽ ഇങ്ങനെ കുത്തിപ്പൊക്കി ഓരോന്നും കൊണ്ടുവന്ന് കുളവാക്കുന്നത് ബിൻസിയാണ്. അല്ലാതെ അപ്പാനി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും സംസാരിക്കാൻ ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല. പിന്നെ ഷാനവാസിൻ്റെ കാര്യങ്ങൾ നോക്കി പോയിരിക്കുന്നു. അങ്ങനെ എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കി പോയിച്ചു. ഈ 2-3 പെണ്ണുങ്ങൾ മാത്രമാണ് ഇപ്പോഴും കിടന്ന് ഇങ്ങനെ ബഹളം വെച്ചത്. നൂറെ അതിലെയാണെങ്കിൽ പോലും അവരവരുടെ കാര്യം നോക്കി ജീവിക്കുന്നു. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കി പോയിക്കാണ്. പക്ഷേ ഈ ബിൻസിയും ഈ ബിന്നിയാണ് ഇപ്പോഴും എവിടെയെങ്കിലും ഒരു അവസരം കിട്ടിയ ഉടനെ പറയും PR കൊണ്ടാണ് ജയിച്ചതെന്ന് പറയും. ഈ PR ഇങ്ങനെ പറഞ്ഞ് അതിങ്ങനെ തുടർക്കഥ മാതിരി ഇങ്ങനെ അങ്ങ് പൊക്കോളും. അടുത്ത പ്രാവശ്യം ആരെങ്കിലുമൊക്കെ ഇച്ചിരി കാര്യമായിട്ടൊക്കെ പൈസ ഉള്ളവരുണ്ടെങ്കിൽ ഇച്ചിരി കൂടുതൽ പൈസ കൊടുത്തേച്ച് അവിടെ പോയി ചുമ്മാ ഇരുന്നാൽ മതി, നമുക്ക് ട്രോഫിയും കൊണ്ട് വീട്ടിൽ വരാം. അങ്ങനെയാണ് ഇവരൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ വീട്ടിലോട്ട് ട്രോഫിയും കൊണ്ട് വരാൻ കുറച്ച് പൈസ കൂടുതൽ കൊടുക്കാമെന്നുണ്ടെങ്കിൽ. എന്നതാണേലും ബിഗ് ബോസിലെ ചർച്ചകളും കാര്യങ്ങളും ഇപ്പോഴും അവസാനിക്കുന്നില്ല. ഇങ്ങനെ നീണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതായിരുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാമേ.